കോഴിക്കോട് പയ്യോളിയിൽ തെരുവ് നായ ആക്രമണം. വിദ്യാർത്ഥികളും വയോധികരും ഉൾപ്പെടെ 23 പേർക്ക് കടിയേറ്റു. പയ്യോളി നഗരസഭയിലെ 4 വാർഡുകളിൽ ജാഗ്രതാ നിർദ്ദേശം. സ്കൂളുകൾക്കും അങ്കണവാടികൾക്കും അവധി പ്രഖ്യാപിച്ചു. പയ്യോളി മുനിസിപ്പാലിറ്റിയിൽ ഇപ്പം കുറച്ച് ദിവസങ്ങളിലായിട്ട് തെരുവ് നായ ശല്യങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം 4ഓളം വാർഡുകളിൽ പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ 16, 17, 18, 19 വാർഡുകളിൽ ഇന്നലെ 23ഓളം പേരെ നായ കടിച്ചിട്ടുണ്ട്. 14 വയസ്സുള്ള ഒരു കുട്ടിയെ വളരെ വലിയ പരിക്കോട് കൂടിയാണ് ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. എത്രയും വേഗം ഇതിനൊരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഉത്തരവാദപ്പെട്ട ഗവൺമെൻറ്റുകൾ. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി. സമീർ, ഇത് 23 എന്നുള്ള കണക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തുന്ന കടി ഇത്രയും പേർക്ക് കിട്ടി എന്നുള്ളതാണോ? എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? 2 ദിവസമായാണ്, ഇന്നലെയും ഇന്നുമായാണ് 23 പേർക്ക് കടിയേറ്റിരിക്കുന്നത്. വിദ്യാർത്ഥികൾ, വീട്ടമ്മമാർ, വയോധികർ ഉൾപ്പെടെയുള്ളവർക്ക് കടിയേറ്റിട്ടുണ്ട്. അതിൽ 14 വയസ്സുകാരന്റെ നില ഗുരുതരമാണ്. വലിയ രീതിയിലാണ് ഈ കുട്ടിക്ക് കടിയേറ്റിരിക്കുന്നത്. ഇപ്പോൾ കടിയേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തന്നെ വടകര താലൂക്ക് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. വലിയ രീതിയിൽ ഈ തെരുവുനായ ശല്യം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്കൂളുകൾ അതുപോലെ തന്നെ അംഗനവാടികൾ എന്നിവയ്ക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പയ്യോളിയിൽ തെരുവുനായ ആക്രമണം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ആക്രമണത്തിൽ 23 പേർക്ക് കടിയേറ്റു. അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം.